എസ്കോബാറിന്റെ വല്യാപ്പയാണ് എൽ ചാപ്പോ എന്ന് പറയുന്ന ഹോവാക്കിൻ ഗുസ്മാൻ എന്ന് പറയുന്നത്. അതായത് 35,000 ആൾക്കാരെ, അതായത് സിനലോവ കാർട്ടലിന്റെ ഹെഡായിട്ടുള്ള ഇവനും ടിഹ്വാന കാർട്ടലുമായിട്ടുള്ള ഗ്യാങ് വാർ ഉണ്ടാവുന്നത്. ആ ഗ്യാങ് വാറിന്റെ 4 വർഷത്തിൽ ഇയാളെ കൊന്നൊടുക്കുന്നത് 30,000 കൂടുതൽ ആൾക്കാരാണ്. 30,000 ആൾക്കാരെ. അതായത് എൽ ചാപ്പോ എന്ന് പറയുന്ന ആൾക്കാരെ കൊന്നു തീർക്കുകയാണ്, എസ്കോബാർ എന്ന് പറയുന്ന ആൾക്കാരെ ഡീൽ ചെയ്ത് തീർക്കുകയാണ്. അതാണ് ഇവർ തമ്മിൽ വ്യത്യാസം. ഇയാൾ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതായത് അമേരിക്കയിൽ എത്തിച്ചത് ഫുള്ള് ടണൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടി റെയിൽ ഉണ്ടാക്കി, റെയിലിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് അത് എടുത്തിട്ട് അതിൽ ഫുൾ കൊക്കൈൻ എടുത്തിട്ടാണ് ഇയാൾ US എടുത്തത്. എസ്കോബാർ 44-ാമത്തെ വയസ്സിൽ വെടിവെച്ച് കൊല്ലപ്പെടുകയാണ്. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ജയിലിലാണ്, പക്ഷെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എസ്കോബാർ എന്തൊക്കെയായിരുന്നെങ്കിലും അതിൻ്റെയും ഒരു അതുക്കും മേലെയാണ് എൽ ചാപ്പോ.